കേരളത്തിൽ BJP NDA ജയിക്കുകയാണെങ്കിൽ കൊണ്ടുവരാൻ പോകുന്ന പ്രധാന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? പ്രതിമാസം പാവപ്പെട്ട വീട്ടിലെ വനിതകൾക്ക് 2500 രൂപ റീചാർജുള്ള കാർഡ്, ഭക്ഷ്യാരോഗ്യ സുരക്ഷാ കാർഡ്. ഇത് പലചരക്ക് സാധനങ്ങൾ വാങ്ങുവാനും മരുന്ന് വാങ്ങുവാനും ഉപയോഗിക്കാം. കേരളത്തിൽ ഓരോ വീട്ടിലും 20,000 ലിറ്റർ കുടിവെള്ളം സൗജന്യമായി നൽകും. ചികിത്സാ സൗകര്യങ്ങൾക്കായി കേരളത്തിന്റെ സ്വപ്നമായ എയിംസ് യാഥാർത്ഥ്യമാവും. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വർഷത്തിൽ 2 LPG സിലിണ്ടറുകൾ സൗജന്യമായി നൽകും. ഓണത്തിനും ക്രിസ്മസിനും തിരുവനന്തപുരത്തെയും കണ്ണൂരെയും ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽവേ സ്ഥാപിക്കും. കൊച്ചി മെട്രോയുടെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കും. കൂടാതെ തിരുവനന്തപുരത്തും കോഴിക്കോടും പുതിയ മെട്രോ സർവീസുകൾ ആരംഭിക്കും. ഇതൊന്നും കൂടാതെ പാവപ്പെട്ട കുടുംബങ്ങളിലെ ഗൃഹനാഥകൾക്കും വിധവകൾക്കും 70 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കും പ്രതിമാസം 3000 രൂപ ക്ഷേമ പെൻഷൻ വഴി നൽകും. ഓരോ കോർപ്പറേഷനെയും നാടിന്റെ സാമ്പത്തിക വികസനത്തിന്റെ കേന്ദ്രങ്ങളാക്കാൻ പ്രത്യേക പദ്ധതികൾ. തിരുവനന്തപുരം IT ഇന്നോവേഷൻ തലസ്ഥാനം, കൊച്ചി ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ തലസ്ഥാനം, കോഴിക്കോട് ഹെൽത്ത് കെയർ മെഡിക്കൽ ഇന്നോവേഷൻ ഹബ്, തൃശൂർ കേരളത്തിന്റെ സാംസ്കാരിക വിനോദസഞ്ചാര തലസ്ഥാനം, കൊല്ലം ഇന്റർനാഷണൽ ലെവൽ നിലവാരമുള്ള ബ്ലൂ എക്കണോമിക് ക്ലസ്റ്റർ. ഇതൊന്നും കൂടാതെ കണ്ണൂർ ഡിഫൻസ് ഇന്നോവേഷൻ ഹബ്ബായി മാറും. അപ്പൊ എങ്ങനെ മാറാത്തത് മാറട്ടെ അല്ലേ?